ഇടയിൽ എൻ്റെ ഒരു വേറെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, ഓമലാളെ ഓമല. 500 രൂപ 100 രൂപയ്ക്കൊക്കെ വർക്ക് ചെയ്യും. 100 രൂപയ്ക്കൊക്കെ ഒരാഴ്ചയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യും. കസോളൊക്കെ പോയപ്പോൾ കിട്ടിയൊരു എനർജി ഉണ്ട്, ഒരു ചിൽ മനസ്സിലാവുന്നല്ലേ. ഭൂമിശങ്കർ ആ ഒരു സോണായിരുന്നു ആ ടൈമിൽ. പക്ഷെ എൻ്റെ അച്ഛനൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല കാര്യം, അവൻ ഭക്തിമാർഗെങ്കിലും എടുത്തല്ലോ. അത് കയറി, ആ പാട്ട് കയറി 2 മില്യൺ 3 മില്യൺ. പഴയ പാട്ടിൽ ഒരു ട്രാക്ക് ഉണ്ട്, പണ്ട് പടം വരച്ചിരുന്നത്. എനിക്ക് എന്നെ കൂടെ ആരും കൂട്ടുകൂടില്ല, എന്നെ കളിക്കാൻ ആരും കൊണ്ടുപോകില്ല, എൻ്റെ അടുത്ത് വീട്ടുകാർ സംസാരിക്കില്ല, എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. വീട്ടിൽ ഞാൻ കട്ടിലടിയിട്ടുണ്ടാവും പടം വരച്ചോണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് എന്തെങ്കിലും ഗുണമുണ്ട് എന്നെ കൊണ്ട്. കാനനത്തേരിൽ ഞാനും നീയും ഒന്നിച്ചു പോകാൻ ആശകളുണ്ടെന്നാലും എന്തേ നാണിച്ചു നീയേ. ഹേ എവരിവൺ, സൂപ്പർ ഡ്യൂപ്പർ മ്യൂസിക്കിൻ്റെ യെറ്റ് അനദർ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് മീ അഞ്ജും മെഹബൂബ്. ഇന്ന് നമ്മളോടൊപ്പം മ്യൂസിക് വിശേഷങ്ങളുമായി ചേരുന്നത് രജത് പ്രകാശ് AKA ഹാറ്റ്സ്മിത്ത് ആണ്. Once again, welcome to Super Duper Music Presents. Let's talk music. ഇടയിൽ എൻ്റെ ഒരു വേറെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, ഓമലാളെ. കേട്ടോന്ന് അറിയില്ല. ഓമല. ഇതൊക്കെ 3-4 വർഷം മുതൽ പാട്ടാണ്. എന്റെ എല്ലാം ഇറങ്ങുന്ന പാട്ടിൽ നിങ്ങളെല്ലാം കേൾക്കുന്നത് എന്റെ പഴയ സൗണ്ട്, പഴയ പാട്ടുകളാണ്. ഇതൊന്നും കേട്ടിട്ടില്ല. ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്. അത് പ്രസന്റ് ചെയ്തു ഒപ്പം തന്നെ ഇറങ്ങിയിരിക്കുന്നതാണ്. അല്ലാതെ എന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇറങ്ങുന്ന ഒക്കെ പഴയ പാട്ടുകളൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ സൗണ്ടൊക്കെ എക്സൈറ്റഡ് ആണ്, ആൾക്കാർക്ക് എത്തിയിട്ടില്ല. പിന്നെ എനിക്ക് തന്നെ പൂർണ്ണമായും പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വേറെ എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ലാപ്പിലൊക്കെ ഇരുന്ന് അവിടെയൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ലാപ്പ് ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് സിസ്റ്റം ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് ഞാനും അമ്മൂമ്മയിൽ നിന്നിരുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഈ വണ്ടിനെ തേടുകയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് എല്ലാം ഉണ്ട്. വീടുണ്ട്, ലാപ്പ് സിസ്റ്റം ഉണ്ട്. സിസ്റ്റം ഇടയ്ക്കിടയ്ക്ക് അടിച്ചുപോയി. ഞാൻ പൂർണ്ണമായി ഇൻഡിപെൻഡന്റിലേക്ക് അങ്ങോട്ട് കിടന്നു. അർച്ചന 31 പടം സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഫുൾ ഇൻഡിപെൻഡന്റ് മാത്രമായിരുന്നു. ഇൻഡിപെൻഡന്റ് ദാരിദ്ര്യമാണ്, ഞാനുള്ള വളരെ ഭയങ്കര സഫറിംഗ് ആണ്, ഭയങ്കര കഷ്ടമാണ് അതിൽ സർവൈവ് ചെയ്യുക. കാരണം നമ്മുടെ സ്ട്രീംസിൽ നിന്നൊക്കെയാണല്ലോ കിട്ടുന്നത്. മൂവി എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ചെയ്യാനുള്ള വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ സ്പെൻഡ് ചെയ്യണം എല്ലാത്തിനും. ഇതൊക്കെ പറ്റാണ്ട് കുറച്ച് ഞാൻ വേറൊരു ഫേസ് ഓഫ് ലൈഫിലായിരുന്നു ഞാൻ. അതിമനോഹരം ചെയ്ത സമയത്ത് അഭിരാം തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വാർഡ് ബി സ്റ്റുഡിയോസ് എന്ന സ്റ്റുഡിയോസ് ഉണ്ട്, ഫ്രണ്ട്സ് ഞങ്ങളെല്ലാം ഒരുമിച്ച് നടക്കുന്ന സ്റ്റുഡിയോ ഉണ്ട്. അവിടെ ഒരു ഗ്യാപ്പ് കണ്ടെത്തണം. റെക്കോർഡിങ്സ് നടക്കുന്ന സ്റ്റുഡിയോ ആണ്. എൻ്റെ ഗ്യാപ്പ് പോയിട്ടായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യും. എനിക്കാണെങ്കിൽ പൈലപ്പോ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പൈലപ്പായിട്ട് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടി തെറിക്കണയാണ് എൻ്റെ പാട്ടിൽ. അതിനുള്ള അവസരമില്ല. പണ്ടൊക്കെ രാത്രി എപ്പോഴാണെങ്കിലും 3 മണിക്കാണെങ്കിൽ 3 മണിക്ക്, അതിരാവിലെ എനിക്കാണ് അതിരാവിലെ, രാത്രി ഉറങ്ങാണ്ടിരിക്കാം, ഇതൊന്നും എനിക്ക് പറ്റണില്ല. ഈ വാനിലച്ചയുടെ സമയത്താണെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ദാസി, അവൻ്റെ ലാപ്പിലാണ് ഇരിക്കുന്നത്. ഒരു സമയത്ത് വീട്ടിൽ സ്റ്റേ അടിച്ചു. രാത്രി ഇങ്ങനെ ഞാൻ പറഞ്ഞോണ്ടിരിക്കടാ, ഒന്നും കിട്ടലടാ, ഐഡിയ ഒന്നും വന്നില്ല. ഞാൻ ChatGPT ചോദിച്ചോണ്ടിരിക്കുക വാഴയെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്. അത് പെട്ടെന്ന് തോന്നി. വാഴ ഓറിയന്റഡ് ആയിട്ട് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം. പായലും മതിലും പട്ടിയും പൂച്ചയും മുയലും എല്ലാം പിടിച്ചു ഞങ്ങൾ. വേട്ടാവളിയൻ കൂട് കിട്ടുന്ന വേട്ടാവളിയൻ മുട്ട കുറേടും ഭയങ്കര കുറേ ക്രേസി ആയി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ ലവിനെ എക്സ്പ്രസ് ചെയ്യും. അവസാനം വാഴയെ കൊണ്ടുള്ള ഗുണങ്ങൾ, വാഴ, പെപ്പർ പ്ലാന്റ്, ഓർക്കിഡ് പ്ലാന്റ്സ്, അങ്ങനെ കുറച്ച് പ്ലാന്റ്സുകൾക്ക് ഭയങ്കര വളമായി ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ വാഴത്തോട്ടത്തിൽ ഒരു പെപ്പർ ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വാനില ഓർക്കിഡ്സ് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് അത് ഫ്ലറിഷ് ചെയ്യും. അപ്പോൾ ആ ഐഡിയ തുടങ്ങിയത്. പിന്നെ വാഴ ചേട്ടനും വാനിലച്ചെടി അനിയനുമായി, അല്ലെങ്കിൽ ഗേൾഫ്രണ്ടായി, അല്ലെങ്കിൽ മകനായി, അങ്ങനെ ചിന്തി തുടങ്ങി. പിന്നെ പാട്ട് ഇനി ആ പാട്ട് കിട്ടാം, അങ്ങനെ കറക്റ്റ് കിട്ടിക്കോളും. അതാണ് സംഭവം. അങ്ങനെ വാനിലച്ചെടി സംഭവിച്ചത്. ഇത് പറയാൻ എത്ര ഇപ്പം എനിക്ക് സ്വന്തമായി ലാപ്പുണ്ട്, ഞാനൊരു സ്പേസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വർഷത്തോടെ എൻ്റെ കുറേ പാട്ടിൽ ഇറങ്ങാൻ പോവാണ്. ഞാൻ എക്സൈറ്റഡ് ആണ്. ഇഷ്ടം ഇൻഡിപെൻഡൻ്റ് ആക്കി വരുന്നുണ്ട്, ഇഷ്ടം പോലെ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ നേരത്തെ ചോദിച്ചോ പറഞ്ഞായിരുന്നു എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനാണ് താല്പര്യം. അതേപോലെ എനിക്ക് മൂവീസ് അത്ര അങ്ങോട്ട് ഇവിടെ ഞാൻ ഒരു പോയിന്റ് ഓഫ് ടൈം ഉണ്ടായിരുന്നു, 2 വർഷം. ആ സമയത്ത് ഞാനൊരു 100ഓളം ഷോർട്ട് ഫിലിംസ്, ഇഷ്ടംപോലെ ആഡുകൾ, ഇഷ്ടംപോലെ ഡോക്യുമെന്ററികൾ ചെയ്യായിരുന്നു. ഞാൻ
ഒറ്റയ്ക്ക് നിൽക്കുന്ന അമ്മൂമ്മയുടെ ഒപ്പം നിൽക്കുന്ന ഫേസ്. എൻ്റെ വീട്ടുകാർ ഇവിടെ ഇല്ല, എൻ്റെ ഒപ്പം ഇല്ല, ആരും സപ്പോർട്ടില്ല, ജീവിക്കാൻ വകുപ്പില്ല, ഇൻഡിപെൻഡന്റ് പരിപാടികളൊക്കെ. ഞാൻ ഇടയ്ക്ക് ജോലിക്കൊക്കെ പോയി, അതൊക്കെ രാജിവെച്ച് അവിടുത്തെ എൻ്റെ ടീം ലീഡറിനെ പറഞ്ഞു നിന്നെ കൊണ്ട് നടക്കൂല. അങ്ങനെ ചെയ്ത് ഇത് ആദ്യം ചെറിയ 500 രൂപയ്ക്ക് എനിക്ക് പൈസ വോട്ട് ചെയ്യാൻ അറിയാൻ പാടില്ല. ആ ടൈമിൽ 500 രൂപ 100 രൂപയ്ക്കൊക്കെ വർക്ക് ചെയ്യും. 100 രൂപയ്ക്കൊക്കെ ഒരാഴ്ചക്ക് വർക്ക് ചെയ്യും. ഒബ്സസായിട്ട് 100 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, 2000 രൂപയ്ക്ക് അര മാസം വർക്ക് ചെയ്യും. ആ സമയത്ത് ബോധമില്ല. പക്ഷെ ഞാൻ വോളിയം ഓഫ് വർക്ക് കൂടുതലാണ്. ഞാൻ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉറങ്ങിക്കണേ. ഒരു വർഷം ഫുള്ള് ഞാൻ ഉറങ്ങിക്കണേ. ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ വർക്ക് ചെയ്യാനായിട്ടുണ്ടായ ഇതെന്താ പറയുന്നത്? അതായത് ഫോഴ്സ്ഫുള്ളി അങ്ങനെ ഇരിക്കേണ്ട സിറ്റുവേഷൻ എന്തായിരുന്നു? അതെന്താ വെച്ചാൽ, ഒന്ന് എനിക്ക് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്താൽ അവരവരുടെ രീതിയിൽ തന്നെ കൊണ്ടുപോകും എന്നുള്ളൊരു പേടി. അങ്ങനെ തന്നെയാണ്. ഇനി മ്യൂസിക് ഏൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മിത്ത് ഈ എൻ്റെ ചുറ്റുപാടിലെല്ലാവരും തന്നിട്ടുണ്ട്. ആ ടൈമിൽ ഈ ലീഗുള്ളൂ. നേരെ സുഷിൻ ശ്യാമൊക്കെ എമർജി ചെയ്ത് പറഞ്ഞ കാലഘട്ടം. അപ്പൊ അറിയാവുന്ന പേരുകൾ ഈ ഷാൻ റഹ്മാൻ, ഗോവിന്ദർ, ഇന്ന ആൾക്കാർ. ഇപ്പൊ നേരെ സിനിമയിൽ മ്യൂസിക്കായിട്ട് സിനിമ കയറിയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഡ്രീമിൽ അതില്ല. ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്നെ എക്സ്പ്രസ് ചെയ്യുന്ന അതാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ ഓഡിയൻസായിട്ട് കണക്ഷൻ, എൻ്റെ ഓഡിയൻസിന്റെ കഥ. പ്ലാറ്റ്ഫോം ഏതാ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഇപ്പം ലൈവ് ആണോ, ലൈക് സ്റ്റേജ് ആണോ, അതോ സോഷ്യൽ മീഡിയ ആണോ? എന്താ ഉദ്ദേശിക്കുന്നത് ഇൻഡിപെൻഡന്റ് ത്രൂ എന്ന് പറയുമ്പോൾ? ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സ്കൂൾ സമയങ്ങളിൽ, രാത്രി ഇയർഫോണിൽ പാട്ട് ഇങ്ങനെ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത്, അല്ലെങ്കിൽ യൂട്യൂബിലും ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ കേൾക്കും. ഗാനയിലൊക്കെ പോയി കേൾക്കും ട്രാക്കുകൾ. എനിക്ക് അങ്ങനെ അറിയുള്ളൂ. എനിക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും ഞാൻ അധികം കോൺസെർട്ടുകളൊന്നും കണ്ടു കേട്ട ഒരാളല്ല. അങ്ങനെ തന്നെ സ്ട്രീം ചെയ്യാം. എൻ്റെ പാട്ടിൽ സ്ട്രീം ചെയ്യാം. CDs ആയിരുന്നു. എനിക്ക് CD കളക്ഷൻ ഉണ്ട് ഇഷ്ടംപോലെ. ഞാൻ ഇവിടെ നിന്നൊക്കെ നൈസായിട്ട് ചില വീട്ടിലൊക്കെ പോകുമ്പോൾ ഈ നിങ്ങൾ കേൾക്കാറുണ്ടോ? ഇല്ലല്ലേ? തരാൻ താല്പര്യമുണ്ടോ? ഞാൻ 2 കൊടുത്തോണ്ടു. എല്ലാ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ഒരു പുതിയ വീട് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരു കബോർഡ് ഫുള്ള് CDs ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഒറ്റയ്ക്കാണോ താമസം? അല്ല, വീട്ടുകാർ വന്നു. ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. വന്നു. അപ്പൊ റൂം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്, മുകളിൽ സ്റ്റുഡിയോ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും സെറ്റ് ആയില്ലേ വീട്ടുകാരായിട്ട്? ഇപ്പം ഓക്കെ ആയല്ലോ. എനിക്ക് 3 സ്റ്റേജ് ആയിരുന്നു. ഒന്ന് ഞാൻ പറഞ്ഞ ശംഭോഷങ്കര കയറിയ സമയത്ത് അതൊരു സൈക്കഡലിക് ചിൽ ട്രാക്ക് ആയിരുന്നു ആക്ച്വലി. അതിന്റെ ജോണർ പറയുകയാണെങ്കിൽ ഞാൻ എയിം ചെയ്ത ഓഡിയൻസ്, ടാർഗറ്റ് ഓഡിയൻസ് വേറെയാണ്. ഭക്തന്മാരല്ല എൻ്റെ ഓഡിയൻസ്. വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള സൈക്കഡലിക് ആയിട്ടുള്ള ഒരു വേൾഡിൽ പോട്ടെ. കസോളൊക്കെ പോയപ്പോൾ കിട്ടിയൊരു എനർജി ഉണ്ട്, ഒരു ചിൽ മനസ്സിലാവുന്നല്ലേ. ഭൂമിശങ്കർ ആ ഒരു സോണായിരുന്നു ആ ടൈമില്. അതായിരുന്നു എൻ്റെ ഓഡിയൻസ്. പക്ഷെ എൻ്റെ അച്ഛനെ കാണുമ്പോഴത്തേക്കും നല്ല കാര്യം, അവൻ ഭക്തിമാർക്കെങ്കിലും എടുത്തല്ലോ. അത് കയറി, ആ പാട്ട് കയറി 2 മില്യൺ 3 മില്യൺ. അതുവരെ എൻ്റെ വ്യൂസ് എത്ര വരട്ടെ? 200 വ്യൂസ് ഒക്കെ വരും. അത് എൻ്റെ കമ്പ്യൂട്ടർ ലാബിൽ 10 സ്റ്റേജ് ഞാൻ തന്നെ കാണുന്നത്. ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഫോണൊക്കെ എടുത്ത് ഫോൺ കാണാം, എന്താ ഒരു 5 വെയിറ്റ് വ്യൂ ആവട്ടെ. ഇങ്ങനെയുള്ള എൻ്റെ പെട്ടെന്നൊരു പാട്ട് ഇവിടെ നിന്ന് പോയി. അതിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. എൻ്റെ പാട്ട് മാർക്കറ്റ് ചെയ്യാൻ ഞാൻ നല്ല പണിയെടുക്കാറുണ്ട്. എനിക്ക് ആ ബുദ്ധിയുണ്ട്. എവിടെ ടാർഗറ്റ് ഓഡിയൻസ് അതിനനുസരിച്ച് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന ഉള്ള സാധനം ഞാൻ അന്ന് കണ്ടുപിടിച്ചു. ആ പാട്ട് കയറി. വീട്ടുകാർ അതിൽ കുറച്ച് ഓക്കെ. എൻ്റെ എന്നോട് പറഞ്ഞു, ഇനി നീ അയ്യപ്പനെ പറ്റി പാട്ടുണ്ടാക്കി. അതല്ല എൻ്റെ റൂട്ട്, അതല്ല ഭക്തിമാർഗമല്ല. അടുത്ത ട്രാക്കിന് ഒരു ആസിഡ് ഓൺ മൂൺ, വേറെ റൂട്ടാ. അപ്പൊ അങ്ങനെ സംഭവിച്ചു. പിന്നെ ഫസ്റ്റ് അർച്ചന വന്നപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര പ്രൗഡ്. കാരണം മാർട്ടിൻ പ്രകാട്ട് എന്നുള്ള പേര് ഫസ്റ്റ് മൂവി. അത് ഈ അർച്ചന ഞാൻ എത്തുന്ന പോലും ഞാൻ ഈ 2 വർഷത്തെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെ ഇട്ടുവല്ലോ റൂമിനകത്ത് ഞാൻ ഫുൾ പണിയെടുക്കാമെന്ന് പറഞ്ഞില്ലേ. ഞാൻ വിശ്വസിച്ചിരുന്നത് ഞാൻ ഐ എം നോട്ട് ഇനഫ് എന്നുള്ള സാധനം. ആ പോയിന്റിക്ക് നമുക്ക് ഫീൽ ചെയ്യണം ഒരു എപ്പോഴും ലൈഫിൽ. നമുക്ക് ചിലപ്പോൾ പല സാധനം ചെയ്യാൻ പറ്റുമായിരിക്കും ലൈഫിൽ, പക്ഷെ നമ്മൾ ഇനഫ് അല്ല, എപ്പോഴും ലേൺ ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോട്ട് എനിക്ക് അന്ന് ഭയങ്കര കിട്ടി. ഞാൻ എന്തോ പാട്ട് ചെയ്യുന്നു, എനിക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു, എന്നെ കൊണ്ട് ആർക്കും ഉപകാരമുണ്ടോ, എന്നെ കൊണ്ട് കൊമേഴ്ഷ്യലി ഈ വേൾഡിൽ എന്തെങ്കിലും ഉപകാരമുണ്ടോ, ഇമോഷണലി ഉപകാരമുണ്ടോ, ആസ് എൻ ആർട്ടിസ്റ്റ് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നെ കൊണ്ട്? ഈ ചോദ്യങ്ങളൊന്നും. അപ്പോഴാണ് ഞാൻ എന്നെ തന്നെ ഇട്ടിട്ട് ഞാൻ പരീക്ഷിക്കാൻ തുടങ്ങി. പൈസ എല്ലാ കാര്യം, 1000 വേണമെങ്കിലും 2000 വേണമെങ്കിലും 500 വേണമെങ്കിലും പണിയെടുക്കുക, ബെറ്ററാവോ. ഞാനൊരു ചെറിയ വർക്കൊക്കെ ആയിരിക്കും, ആ വർക്കിനകത്ത് എൻ്റെ മാക്സിമം ഇടും. എന്നിട്ട് അവർ ക്ലയൻറ്റ് പറയും ഓക്കെയാണ്, ഞാൻ പറയാം ഓക്കെ അല്ല, എനിക്കിനി പണിയെടുക്കണം. അങ്ങനെ ഒരു ഉണ്ടായിരുന്നു എനിക്ക്. ഇങ്ങനെയാണ് എനിക്ക് ഒരു 1.5 വർഷം കൊണ്ട് പെട്ടെന്ന് മൂവിയിലെത്തി ഞാൻ. എൻ്റെ അർച്ചനയിൽ എങ്ങനെ എത്തുന്ന ആക്ച്വലി മീൻസ് ആ ഒരു കോൾ എങ്ങനെയാ വരും? വർക്ക് ഇങ്ങനെ കണ്ട് അതിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളുടെ ഷോർട്ട് ഫിലിം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പാട്ടും എനിക്ക് കിട്ടിയത് ആ സമയത്ത്. പക്ഷെ അതൊന്ന് കോവിഡ് വന്നു. അപ്പൊ ഈ പ്രൊജക്ട് ശരിക്കും 1.5-2 വർഷം നീണ്ടു. ഇത് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആണ്. അതായത് ഈ ബീറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ ഓൾറെഡി ഉള്ള പാട്ടുകളൊക്കെ നല്ല ഹൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പാട്ടുകളാണ്. ഇപ്പൊ വണ്ടിനെ തേടും ഭയങ്കര റീച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ നിന്നും ഇതാണ് നമ്മുടെ
വാഴ, വാഴ 2. പിന്നെ അടുത്തൊരു പാട്ട് ഇറക്കുമ്പോൾ അയ്യോ എനിക്ക് ഇതിനേക്കാളും ബീറ്റ് ചെയ്യണല്ലോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ, ഇങ്ങനെ അത് സ്ട്രെസ് ആവാറുണ്ട്. അത് ഇടയ്ക്ക് സ്ട്രെസ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞില്ല വാൽച്ചെടിക്കും ഉണ്ടായിരുന്നു, എന്റെ കോമ്പറ്റീറ്റർ ഞാൻ തന്നെ മാറി പോയിന്റിൽ. പക്ഷെ എനിക്ക് അതാവരുത് എന്റെ മെയിൻ മോട്ടീവ്. എന്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്നെ ഹാപ്പി ആക്കാൻ പറ്റണം. എനിക്കും ഒരു 4-5 വർഷം രണ്ടാമത് എന്റെ പാട്ടൻ എനിക്ക് ആസ്വദിക്കാൻ പറ്റണം. എനിക്ക് അങ്ങനെ ഇരുന്നാൽ മതി എല്ലാ കാലഘട്ടവും. ബ്രേക്കപ്പ് ആയിരുന്ന സമയത്തെ ചെയ്ത പാട്ടൊന്നുമല്ലേ? ഏതാ ഈ ബ്രേക്കപ്പ് ആയിരുന്ന സമയത്ത് ചെയ്ത? അതായത് പാട്ട് ഇറങ്ങാണ്ട് കുറച്ചു മുന്നേ പറഞ്ഞു ബ്രേക്കപ്പ് ആയിരുന്ന സമയത്താണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്, ഇപ്പൊ ഞാൻ ഹാപ്പി ആയപ്പോ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല ഒരു പീരീഡ് വരെ കുറെ വർക്കുകൾ ആയിരുന്നു. അതിൽ വേറൊരു പ്രശ്നം വെച്ചാൽ പണ്ട് പടം വരച്ചിരുന്നത് എനിക്ക് എന്നെ കൂടെ ആരും കൂട്ടുകൂടില്ല. അങ്ങനെയൊക്കെ ഇമോഷണൽ ആളാണ്. എന്നെ കൂടെ ആരും കൂട്ടുകൂടില്ല, എന്നെ കളിക്കാൻ ആരും കൊണ്ടുപോകില്ല, എൻ്റെ അടുത്ത് വീട്ടുകാർ സംസാരിക്കില്ല. അങ്ങനെ കുറെ എന്തൊക്കെയോ ഞാൻ ഒരു ഒതുങ്ങിയ ഇൻട്രോവേർട്ടായിട്ടുള്ള ചെക്കനായിരുന്നു. അപ്പൊ ഞാൻ എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല വീട്ടിൽ. ഞാൻ കട്ടിലടിയിലുണ്ടാവും പടം വരച്ചോണ്ട്, ഒളിച്ചിരുന്ന പടമൊക്കെ വരയ്ക്കും. എന്റെ പാട്ടുണ്ട് കേട്ടോ, നോട്ട് സോ ഹിപ്പ് ഹോപ്പ് എന്ന ആൽബത്തിലെ ഫസ്റ്റ് ട്രാക്ക് സുന്ദർ ലോങ് കേട്ടോ. എന്റെ കഥ എഴുതി വെച്ചാൽ അതിൽ പക്ഷെ എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും കഥ. ജസ്റ്റ് ചോദിക്കുകയാണേ, ഇപ്പൊ ഒറ്റമോനാണെന്ന് പറഞ്ഞില്ലേ, അപ്പം ലൈക്ക് ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നോ? അതായത് ഒറ്റയ്ക്കാണ് അങ്ങനത്തെ ഒരു വൈബൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒതുങ്ങിയ ഒരു ആളായിരുന്നു. പിന്നെ എനിക്ക് തോന്നിക്കുന്നത് ശ്രദ്ധ കിട്ടാണ്ട് പോയി എന്നുള്ള എന്തെങ്കിലും ഒരു ഇഷ്ടംപോലെ ആസ് എ പേഴ്സൺ വേറെ സോൺ വരയ്ക്കായിരുന്നു. ഞാൻ കോമിക്സ് ഉണ്ടാക്കായിരുന്നു, കഥ എഴുതായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ നോവലോലൊക്കെ എഴുതായിരുന്നു, 5 ചാപ്റ്റർ എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് പിള്ളേർക്ക് അത് വായിച്ച് മനസ്സിലാവാനുള്ള ബുദ്ധിയില്ല. എനിക്ക് ബുദ്ധി കൂടിയതിന്റെ പ്രശ്നം കൊണ്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാതിരിക്കണ്ടായിരുന്നു ആൾക്കാർക്ക്. ഒരു ടീച്ചറെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മ കേട്ടോ, ഒരാൾ ടീച്ചർ വായിച്ചു നോക്കിയിട്ട് ഇങ്ങനൊക്കെ ചെയ്യൂല്ലോ, ഇതിനെ കോമ്പറ്റീഷനിൽ വിടാമല്ലോ. എന്നിട്ട് അങ്ങനെ തന്നെ കോമ്പറ്റീഷനൊക്കെ വിടാണ് സ്കൂളിൽ നിന്ന്. അതും ജയിക്കും. ഞാൻ നാട്ടിൽ വിടാൻ സമയത്ത് ഹിന്ദി പോയമുണ്ടെങ്കിൽ കേരളത്തിൽ ഞാനാണ് ജയിക്കുന്നത്. ഫസ്റ്റ് വരും എപ്പോഴും. അഖില കേരള എല്ലാ പരിപാടിയും ഞാനായിരിക്കും ഫസ്റ്റ്. ഹിന്ദി പോയം റൈറ്റിങ്ങിനും ഇംഗ്ലീഷ് പോയം റൈറ്റിങ്ങിനൊക്കെ ചെയ്തിട്ടുണ്ടോ പാട്ട്? കുറച്ച് പാട്ടിൽ ചെയ്തിട്ടുണ്ട്. വരവരിക്കും കുറച്ച് പാട്ടിലുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോഴേ മലയാളം പാട്ടുകളിൽ ഭയങ്കരമായിട്ട് എനിക്കൊന്ന് വിനീത് ശ്രീനിവാസനെ വെച്ചിട്ട് ഏതൊരു ഓമേരി അല്ലെ, അത് വിനീത് ശ്രീനിവാസനെ കൊണ്ട് പഠിപ്പിച്ച പാട്ടല്ലേ. ഞാൻ ചോദിക്കുന്ന ഈ ഹിന്ദി ഒരു റൂട്ട് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ എത്ര പാട്ടുകൾ ചെയ്തിട്ടുണ്ട്? ഇറങ്ങിയ കുറച്ച് ട്രാക്കിൽ എൻ്റെ ഹാറ്റ് സ്മിത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കിട്ടും. പഴയ പാട്ടിൽ ഒരു ട്രാക്ക് കിട്ടും, അങ്കിൾ കെ ഘർ കെ പാസ് 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 രഹതാ ഹൈ കോയി രാസ് 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 എന്ന് വെച്ചാൽ വീടിൻ്റെ അടുത്തൊരു ഡൽഹിയിലൊരു ഹൊറർ പ്ലേസ് ഉണ്ടായിരുന്നു. മറ്റേ ആൾക്കാരുടെ ബൈക്കിൽ ഒരു പെണ്ണ് കയറിയിരിക്കും, ലിഫ്റ്റ് വയ്ക്കും, ബാക്കിലിരുത്തി കുറച്ച് കഴിഞ്ഞാൽ ആ പെണ്ണ് പോകും. അത് ഇരുത്തിയില്ലെങ്കിൽ ആ പെണ്ണ് സ്കൂട്ടറിൻ്റെ സ്പീഡിൽ ഓടും, നമ്മുടെ കൂടെ ഓടി വരും. അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു കോമഡി പാട്ടൊക്കെ ഇന്ത്യയിൽ അങ്ങനെ കുറേ പണ്ട് എഴുതിയിട്ടുണ്ട്, കുറേ കളഞ്ഞിട്ടുണ്ട്. വരാൻ പോകുന്നുണ്ട്, ഒരു ആൽബം വരുന്നുണ്ട്, 4-5 പാട്ടിന്റെ ആൽബം വരുന്നുണ്ട്. വിനീത് ശ്രീനിവാസന്റെ ഇപ്പോൾ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ പ്രൊജക്റ്റ് അല്ല, അത് ഇൻഡിപെൻഡന്റ് സൈഡ് അല്ല. അത് ആൻഡൻ എന്നൊരു ഒരാൾ മച്ചാനുണ്ട്, ആ മച്ചാന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൻ ലിറിക്ക് കൊണ്ടുവന്നാണ്. അതിൽ സാധനമുണ്ട്, ഓ ഒരു ദിനം ഒരു മുകിലലക്കടൽ അടികളിലായി മേരാതിൽ ഏ ബാദൽ ജേസടി മിന്നൽ തൂകി എന്നൊക്കെ സാധനം അത് എഴുതിക്കൊണ്ടെന്നാ. ഞാനിങ്ങനെ അപ്പൊ ഇങ്ങനെ കമ്പോസ് ചെയ്തിട്ട് അപ്പൊ അവനും ഇങ്ങനെ പറഞ്ഞു ഇത് വിനീത് ശ്രീനിവാസനെ കൂടി അടിപൊളിയായിരിക്കും. ഞാൻ എൻ്റെ തുടക്കമൊക്കെ തേരെ ഘർ കെ സാമുനെ ഹിന്ദി രണ്ടും മിക്സ്ഡ് ആ കഥയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഹിന്ദിക്കാരി ഉണ്ട്, മലയാളി ഉണ്ട്, അതുകൊണ്ട് അപ്പൊ എന്താ പറഞ്ഞ കാരണം ഹിന്ദി മലയാളം പറഞ്ഞു. ആരോ കമന്റ് ചെയ്തെന്നല്ലേ കുറച്ച് തന്നെ പറഞ്ഞേ, അതായത് ഒന്ന് ചോദിക്കും പക്ഷെ ഒന്നിൽ നിന്നും നേരത്തെ ചോദിച്ചു ഒന്നിനും ഉത്തരം കിട്ടിയില്ലല്ലോ. കമന്റ് സെക്ഷനിൽ ഞാൻ തരാം ഉത്തരം. തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അവിടെ നിന്ന് ഡിവീറ്റ് ചെയ്ത് എനിക്ക് പല ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഓർമ്മ വന്നു പെട്ടെന്ന് ചോദിച്ച സ്ഥിതിക്ക്. മറ്റേ എന്താ ബ്രേക്കപ്പ് സമയത്ത് എനിക്കിത് ഒരു പോയിന്റ് വരെ എൻ്റെ പാട്ട് ഉണ്ടാക്കണതിന് പർപ്പസ് ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ പർപ്പസ്ലെസ് എന്തൊക്കെയോ കഴിവുണ്ട് അത് ചെയ്യുന്നു. ഈ ഞാൻ പറഞ്ഞ പോലെ കട്ടിലടി ഇരുന്നിട്ട് എന്തോന്നൊക്കെ എസ്കേപ്പിസ് ആയിരുന്നു മൊത്തം. ബ്രേക്കപ്പ് സംഭവിച്ചതിന് ശേഷം ഞാൻ ഭയങ്കര എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്ക് പോയി. അത് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു. അത് ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിരുന്നു. ആദ്യത്തെ പ്രേമമായിരുന്നു അത്. പ്രേമം കുറേ തോന്നിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്തോ തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്ത പോലെയൊക്കെ തോന്നിയ ഒരു സാധനം. പിന്നെ എനിക്ക് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി ഞാനൊരു കൺസെപ്റ്റാണ് എപ്പോഴും പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റിൽ ഞാൻ ഭയങ്കര ഇൻവെസ്റ്റഡ് ആവും. എന്ന് വെച്ചാൽ ആ ആളായിട്ട് ഫിസിക്കലി അവൈലബിൾ അല്ലെങ്കിലും ഞാൻ തോട്ടിൽ ഞാൻ ഭയങ്കര ജീവിച്ച് കാരണം എൻ്റെ ജീവിതമേ അങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ പണ്ട് കോമിക്സിൽ ഞാൻ ഫ്രണ്ട്സിനെ വെച്ച് ക്യാരക്ടേഴ്സ് ആക്കും, എന്നിട്ട് അതിൽ സംസാരിക്കും, കോമഡി കടിക്കും, അതിൽ ഞാൻ സംസാരിക്കുന്ന ആളായിരിക്കും. റിയൽ ലൈഫിൽ ഞാൻ മറ്റേ ഏതൊരു സിനിമയിൽ ആനന്ദത്തിൽ ഞാൻ ആർക്കലില്ലേ മിണ്ടില്ലല്ലോ, പക്ഷെ പുള്ളിക്കാരുടെ ബുക്കിലുണ്ടാവും സ്റ്റോറി മൊത്തം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒത്തിരി വിഷമങ്ങളുണ്ടോ ഉള്ളില്? ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അതിൽ നിന്ന് ഇപ്പൊ
ഹീൽ ആ നേരത്തെ എന്നോട് കാണിച്ചത് ഹീൽ 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 ഒത്തിരി ഉണ്ടായിരുന്നു ഉള്ളില് അല്ലെ, അതെല്ലാം ക്ലിയർ ആയി. അത് ഈ 3 വർഷത്തിലാണ് ഞാൻ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഭാരം ഭയങ്കര കൂടി. എനിക്കിത് ആർക്കും പറഞ്ഞാലും മനസ്സിലാവില്ല. ഭയങ്കര ഏകാന്തമായി ലൈഫ്. ആ സമയത്തൊക്കെ ഞാൻ ഏകാന്തത്തിന്റെ ആ ട്രാക്കൊക്കെ ആ തോട്ടിലാണ് വന്നത്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഈ ഏകാന്തമായ ഒരു അവസ്ഥയിൽ ചാനൽ ചെയ്ത് പാട്ടാ. അപ്പൊ ഈ ഭയങ്കര ലോൺലി എനിക്ക് എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ അർത്ഥമില്ല ലെവലിൽ അത്ര ഡിപ്രസീവ് തോട്ടാണത്. അത് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് റിലേറ്റ് ആവുന്ന ഇഷ്ടംപോലെ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഉണ്ട്. ബ്രോ നിങ്ങൾ ഈ പാട്ടിറക്കിയ സമാധാനം, ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ഒരു റീൽ ഇറങ്ങുമ്പോഴും കമന്റ് സെക്ഷനിലൊക്കെ. എന്റെ സ്ട്രെങ്താ ഇപ്പൊ തന്നെ സ്ട്രെങ്ത് പറഞ്ഞാൽ എനിക്ക് എന്റെ ഇമോഷണൽ ആർട്ടിലൂടെ ചാനൽ ചെയ്യാൻ പഠിച്ചു. അപ്പൊ എനിക്ക് വേറെ ഒരു ഞാൻ ഇപ്പൊ ആർട്ടിസ്റ്റ് ആയത് ഞാൻ ബ്ലെസ്സിങ് ആയി കാണുന്നു. ബാക്കി ഈ ലോകത്തുള്ള എല്ലാവർക്കും അവരുടെ മാനസിക പ്രശ്നങ്ങൾ ഇങ്ങനെ ചാനൽ ചെയ്യുന്ന അറിയില്ല. ചിലർ ചിലപ്പോൾ വീട്ടുകാരെടുത്ത് ഷൗട്ട് ചെയ്തിട്ടോ വേറെ എന്തെങ്കിലും അബ്യൂസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്തിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സബ്സ്റ്റൻസിൽ അഡിക്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെയാണ് ചാനൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നത്. എല്ലാവർക്കും തെറാപ്പിന്ന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് സെൽഫായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട് ആർട്ട്. അത് ഞാൻ ഇത് ഈ പോസ്റ്റ് ബ്രേക്കപ്പിലാണ് ഞാൻ പഠിച്ചത്. ഇത് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇതൊരു യൂണിവേഴ്സൽ കണക്ഷൻ എനിക്ക് തരുന്നുണ്ട് ആർട്ട്. ബ്രേക്കപ്പ് സമയത്ത് ഞാനൊരു 8 ട്രാക്കൊക്കെ ഉണ്ടാക്കി. അത് 4 ട്രാക്ക് ഇറ്റ് വാസ് അബൌട്ട് ഹെർ ഫ്രണ്ട്. അങ്ങനെ സ്പെസിഫിക് ആയിരുന്നു, വ്യക്തികളെ പറ്റിയായിരുന്നു. പിന്നെ അത് എന്നെ പറ്റി, പിന്നെ അത് യൂണിവേഴ്സിനെ പറ്റി. അങ്ങനെ ആ എടുത്തെടുത്ത് അങ്ങനെ അതിന്റെ ഇടയിൽ വന്ന ഏതോ ഒരു ചാപ്റ്ററാണ് വണ്ടിനെ തേടും. അത് മാത്രം ഇറങ്ങിയിട്ടുള്ളൂ. അത് ആ വണ്ടിനെ തേടും ഒന്ന് പഠന ഓക്കെ. വട്ടം പറന്ന് പയ്യേ വന്നിൻ തേന്നുകരാമോ, സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നീടാം. ഈ കൊച്ചു ഭുവനത്തിൽ ഞാൻ പൂത്തു നിൽക്കുമ്പോൾ കൂട്ടായി നീ വന്നാൽ ഞാൻ തണൽ നൽകാം. കാനനത്തേരിൽ ഞാനും നീയും ഒന്നിച്ചു പോകാം. ആശകളുണ്ടെന്നാലും എന്തേ നാണിച്ചു നീയേ. നാണമല്ല ഹേ ഞാനൊരു പൂവിൻ മുട്ടല്ലേ, എന്നെ പറിച്ചെടുക്കരുതേ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നൊന്നിരിക്കാമോ എൻ്റെ കോമളമാമുഖത്ത്. ലല്ലല്ലല്ലല്ലല്ല. അത്രയുള്ളൂ. സൂപ്പർ, അടിപൊളി അടിപൊളി. ഇതൊന്നും ഭയങ്കര നോൺ ബ്രെയിനി സോങ് ആണ്. നോൺ ബ്രെയിനി ആയിട്ടുള്ള ഒരു പൂവിൻ മുട്ട് വിരിയാത്ത പൂവ്. ആ പൂവ് വണ്ട് വരാൻ ആഗ്രഹിക്കുന്നു. ഈ വണ്ടാണെങ്കിൽ ഈ പൂവിലിരിക്കും, ആ പൂവിലിരിക്കും, ഈ പൂവിലിരിക്കും. ഈ ഒരു ആണ്ട അവസ്ഥയായിരുന്നു. എനിക്കാണ് കൂടെ പോകാൻ പറ്റില്ല. പെട്ടെടുക്കാണല്ലോ നമ്മള്. ബേസിൽ ജോസഫ് ഒക്കെ കമന്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടും കൂടെ അല്ലേ? കണ്ടില്ല. അതിനാണോ ബെന്നി ദയാലും കമന്റ് ചെയ്തിട്ടുണ്ട്? അല്ല, അത് വേറൊരു വേൾഡ് ഉണ്ട്. മറ്റേ ഇംഗ്ലീഷ് പാട്ടുകളെ ഞാൻ മലയാളത്തിലാക്കായിരുന്നു. കോവിഡ് സമയത്ത് അതെന്ന് എന്റെ വിനോദം. ഞാൻ മറ്റേ ജസ്റ്റിൻ ബീബറിന്റെ ബേബിനെ വാവേ ആക്കിയിട്ടുണ്ട്. ഓ അങ്ങനെ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല ഈ ബേസിൽ കമന്റ് ചെയ്തിട്ടുള്ളത് നെഞ്ചിൽ പഞ്ചർ എന്നിട്ട് ഒരു വീഡിയോ ആയിരുന്നു. കണ്ണില് മറ്റേ കനവിൻ പാടങ്ങൾ കാറ്റിൽ ആടും നേരത്താരോ കതിരിടും മോഹത്തിൻ പൂത്താലങ്ങൾ അതല്ലോ. ഈ രാവിൻ കായൽ നാം ഒന്നായി നീന്തി ഇനിയും നീ വൈകാതിൻ്റെ കണ്ണിൽ തന 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 തനുള്ളിനുള്ളിൽ തന 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 തനാ കണ്ണിൽ. അതൊക്കെ രജത് പ്രകാശ് അറിയാണ്. അപ്പം രജത് പ്രകാശ്, അതിൽ നിന്നും ഹാറ്റ് സ്മിത്ത് അല്ലേ? ഹാറ്റ് സ്മിത്ത് എന്ന് പറയുന്ന പേര് എനിക്കറിയില്ല, മൂവിയിലാണോ ഫിലിംസിലാണോ ഏറ്റവും കൂടുതൽ അറിയപ്പെടേണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻ്റ് ആകട്ടെ എന്നോ ലൈക്ക് ഏത് രീതിയിലാണെങ്കിലും ഇൻ വിച്ച് എവർ വേ വാട്ട് എവർ വേ എന്ത് തന്നെ ആണെങ്കിലും അത് മൂവീസ് ആകട്ടെ അല്ലാണ്ടാകട്ടെ ഈ ഒരു പേര് ലൈക്ക് ഇനി അങ്ങോട്ട് പോപ്പുലർ ആകട്ടെ, തരംഗമാകട്ടെ, അതിനേക്കാളും ഉപരി പാട്ടുകൾ എല്ലായിടത്തും എത്തട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കാഷ്വൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു, കുറേ കാര്യങ്ങൾ ഡീപ്പായിട്ട് സംസാരിച്ചു. ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു എന്റെ ഇതിൽ തന്നെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഇതെന്ന് ഞാൻ പറയും. കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു മ്യൂസിഷ്യൻ ഇത്രയും ഇന്നസെന്റ് ആയിട്ടിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ വേറെ ഇന്നസെൻസ് ഇല്ലെന്നല്ല, നിങ്ങളും അത് ഫീൽ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും തോന്നിയില്ലേ? അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് ലൈക്ക് കുറേ വർഷം കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ടുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. വെൽ, കൂടുതൽ ഹൈറ്റ്സിലേക്ക് എത്തട്ടെ. താങ്ക് യു.
ഇനിയും ഇതുപോലെ ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ മ്യൂസിക് വിശേഷങ്ങളുമായിട്ട് അടുത്ത പോഡ്കാസ്റ്റിൽ ഞാൻ നിങ്ങളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ, ദിസ് ഇസ് മീ അഞ്ജും മെഹബൂബ് സൈനിങ് ഓഫ് ഫ്രം സൂപ്പർ ഡ്യൂപ്പർ മ്യൂസിക് പ്രസൻസ്. ലെറ്റ്സ് ടോക്ക് മ്യൂസിക്.